നമ്മളെ മനസ്സിൽ കിബിർ വരാൻ പാടില്ല, അസൂയ വരാൻ പാടില്ല, വിദ്വേഷം വരാൻ പാടില്ല. കഴിഞ്ഞുപോയ മഹാന്മാരെ കുറിച്ച് നല്ല മതിപ്പ് വേണം. അതില്ലാത്തവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. സുബ്ഹാനല്ലാഹ്, അവരെന്ത് കളവും പറയും, എന്തും പറയും. സുബ്ഹാനല്ലാഹ്, ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനമുണ്ട് എൻ്റെ കയ്യിൽ. ഈ പ്രബോധനത്തിൽ പറയുന്നത്, ഇതിൽ പറയുന്നത് തങ്ങന്മാരിൽ തന്നെ ഒരു പരിപാടി തന്നെ ഇല്ല. തങ്ങന്മാരുണ്ട് എന്ന് വിശ്വസിക്കുന്ന ജാഹിലിയ്യത്താണ്. തങ്ങൾക്ക് സയ്യിദുകൾ എന്ന് വിളിക്കുന്നത് കടുത്ത തെറ്റാണ്. നബിതങ്ങൾക്ക് പേരമക്കളൊന്നുമില്ല. ഇതിൽ പറഞ്ഞ കാര്യങ്ങളാ. പേരക്കുട്ടി എന്നോ പൗത്രനെന്നോ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ശുദ്ധ ബോഷ്കല്ലാതെ മറ്റൊന്നുമല്ലാതെ. എന്നിട്ട് ഇതിൽ പറഞ്ഞു, തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിക്കുകയല്ല വേണ്ടത്, ആ കൈ ഛേദിക്കുകയാണ് വേണ്ടത്. ഛേദിക്കാറ്റ മുറിച്ചുകളിയാണ് വേണ്ടത്. ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനം. അതേ ജമാഅത്ത് ഇസ്ലാമിക്കാര് ചിലപ്പോ തങ്ങളെ കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം ചെയ്യിക്കും കേട്ടോ. എന്തിന്? ആളുകളെ പറ്റിക്കാൻ. കുറ്റിയാടിയിലെ ഒരു മദ്രസ ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിന്റെ, അവർ തങ്ങളെ കൊണ്ടാ ഉദ്ഘാടനം ചെയ്യിച്ചു. അതെന്തിനാ? സുന്നി കുട്ടികൾ അവിടത്തേക്ക് കിട്ടിയിട്ട് അവരെ പഠിപ്പിക്കാന്. അങ്ങനെ പല പരിപാടിയുണ്ട്. ചിലപ്പോ അവര് ആളുകളോട് സക്കാത്ത് പിരിച്ചിട്ട് അവരെ സംഘടന ഉണ്ടാക്കും. ആ സക്കാത്തിന്റെ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ തങ്ങളെ വിളിക്കും. എന്തിന്? ജനങ്ങളെ ഈമാൻ നശിപ്പിക്കാനും അമല് നശിപ്പിക്കാനും. ഏതുപോലെ മുനാഫിഖുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു. ഏത് ഉദ്ഘാടനം? വല്ലദീന തഖൂ മസ്ജിദൻ ളിറാറൻ വകുഫ്റൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാറബ അല്ലാഹ വറസൂല. അല്ലാഹ് പറഞ്ഞില്ലേ, റസൂലുള്ളാഹിനെ അല്ലാഹനെ എതിർക്കാൻ വേണ്ടി പള്ളി എന്ന പേരിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി മുനാഫിഖുകൾ. എന്നിട്ട് ആ പള്ളി ഉദ്ഘാടനം തങ്ങൾ നടത്തി തരണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിനെ എതിർക്കാൻ ഉണ്ടാക്കിയത്. അതിന്റെ ഉദ്ഘാടനത്തിന് റസൂലുള്ളാഹിനെ വിളിച്ചു. അപ്പൊ അല്ലാഹു തആല ഖുർആനിൽ ആയത്തിറക്കി, ലാ തഖും ഫീഹി അബദാ. നബിയെ, തങ്ങൾ അവിടെ കയറി നിസ്കരിച്ചു പോകരുത്, അവിടെ കയറി പോകരുത് എന്ന് അല്ലാഹു തആല നിർദ്ദേശം കൊടുത്തു. അത് പണ്ട് മുനാഫിക്കുകൾ പണ്ട് കാലത്തെ തുടങ്ങിയ ഒരു പരിപാടിയാ. സാധാരണക്കാരെ വാട്ടിലാക്കാൻ വേണ്ടി, പറ്റിക്കാൻ വേണ്ടി, സാധാരണക്കാർ ബഹുമാനിക്കുന്ന തങ്ങന്മാരെ എന്നല്ല റസൂലുള്ളാഹിനെ തന്നെ കൊണ്ടുവന്ന് ചതിക്കാൻ വേണ്ടി ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്നെ അവിടുത്തെ മകളുടെ മകനെ സംബന്ധിച്ച് ഇന്നബിനി ഹദാ സയ്യിദുൻ, എന്റെ മകൻ എന്നാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി തങ്ങൾ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് മകളുടെ മക്കളാകുമ്പോൾ അവർക്ക് മക്കളെന്ന സ്ഥാനമില്ല, പേരക്കുട്ടി എന്ന് പറഞ്ഞുകൂടാ എന്ന് പ്രബോധനവും സലഫികളും ജമാഅത്തുകാരൊക്കെ പറയുന്നത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്.